ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് പ്രഷറിനെ കുറിച്ചും പ്രഷർ മെഷർമെന്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു. നിങ്ങൾ ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ ഇപ്പോൾ ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുകയാണെങ്കിൽ ആ വെള്ളത്തിലുള്ള പ്രഷറാണ് അല്ലെ, വെള്ളം ഇരിക്കുന്ന അവസ്ഥയിലുള്ള വെള്ളത്തിലുള്ള പ്രഷറാണ്. സോ അതിനെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും. ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിൽ എന്തോ ഒരു പ്രഷർ ഉണ്ടാവും, അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. സോ നമ്മൾ ആ പ്രഷർ വേറെ ഏതെങ്കിലും ഒരു ബോഡിയിൽ വരുന്നതായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ. നമ്മൾ പൈപ്പിലുള്ള പ്രഷർ മെഷർമെന്റ് ഒക്കെയാണ് ഇപ്പോൾ കണ്ടത്. പൈപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പിന്റെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസസ്, അങ്ങനെ ലിക്വിഡ് ഇരിക്കുന്ന അവസ്ഥയിലുള്ള അതിന്റെ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ഹൈഡ്രോളിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പേര് പറയുന്ന പോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ എന്തെങ്കിലും ഒരു സർഫസ് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ മുക്കി വെച്ച സർഫസിന്റെ മുകളിൽ ആ വാട്ടർ എത്രത്തോളം പ്രഷർ അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസ് എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചതല്ല, വാട്ടർ അതിന്റെ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ റോ ജി എച്ച് എന്ന് പറഞ്ഞ പ്രഷർ ഇന്റൻസിറ്റി ഒക്കെ പറഞ്ഞു അല്ലെ. എന്ന് വെച്ചാൽ എച്ച് ഹൈറ്റിലുള്ള ആ എച്ച് ഡെപ്തിൽ എത്ര പ്രഷർ ആ വാട്ടർ എക്സേർട്ട് ചെയ്യുന്നു, ആ വാട്ടറിൽ തന്നെയുള്ള പ്രഷറാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ വാട്ടറിന്റെ അകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സർഫസ്, ഏതെങ്കിലും ഒരു ബോഡി നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, മുക്കിക്കഴിഞ്ഞാൽ ആ ബോഡിയുടെ മുകളിൽ, ആ സർഫസിന്റെ മുകളിൽ ഈ വാട്ടറിന് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ലിക്വിഡിന് എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ബേസിക്കലി ഒരു ഡെറിവേഷൻ സെഷനാണ്. നമുക്കൊരു 3 കേസസ് ഉണ്ട്. ആ 3 കേസസിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യും. ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമുക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കേണ്ടി വരും. അതൊന്നുകൂടെ റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ, ഇൻ ബിറ്റ്വീൻ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറയും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെറിവേഷൻ സെഷൻ ആണ്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ 2-3 പ്രാവശ്യം തന്നെ ഡെറിവേഷൻ ചെയ്ത് നോക്കുക. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. എവിടെയെങ്കിലും ബ്ലോക്ക് ആവുന്ന സമയത്ത് അതൊന്നുകൂടെ സ്ലൈഡ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. ഞാൻ പറഞ്ഞതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം, ഇതിന് നമ്മൾ സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയും. നമുക്കറിയാം, ഒരു റിവറിന്റെ അകത്ത് നമ്മളൊരു ഗേറ്റ് വെക്കുന്നത് എന്ന് വെച്ചാൽ വാട്ടർ പുറത്തോട്ട് പോകാനും വാട്ടറിനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ഗേറ്റിന്റെ പേരാണ് സ്ലൂയിസ് ഗേറ്റ്. സോ ഇങ്ങനെ ഒരു ഗേറ്റ് വാട്ടറിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെ നമുക്കറിയാം ഡാം ഒക്കെ നമ്മൾ കെട്ടാറുണ്ട്, ചെക്ക് ഡാംസ് കെട്ടാറുണ്ട് അല്ലെ. വാട്ടറിന്റെ അകത്ത് ഒരു സ്ട്രക്ചർ കെട്ടുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ച്വലി എന്താ, വെള്ളം ഉള്ള ഒരു ബോഡിയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സർഫസ് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നു അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്? ഈ വെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം ആ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗേറ്റ് കാണാം, ഈ ഗേറ്റിൽ ഈ വെള്ളം അല്ലെ, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ ഫോഴ്സിനനുസരിച്ചാണ് ആ പെർട്ടിക്കുലർ ഗേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഒരുപാട് സർഫസസ് വാട്ടറിൽ വരുന്നുണ്ട്. സോ അതിന്റെ ഒക്കെ ഡിസൈൻ നമുക്ക് എന്ത് വേണം, ഈ പെർട്ടിക്കുലർ സർഫസിന്റെ മുകളിൽ ഈ വെള്ളം എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് പഠിക്കുക. ഇതിന് നമ്മൾ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുക, 2 സ്പെസിഫിക് ടേംസ് ആണ് പഠിക്കുക. ഒന്നാമത്തത് എത്ര ഫോഴ്സ് ആണ് ഇതിൽ എക്സേർട്ട് ചെയ്യുക, രണ്ടാമത്തത് ഈ ഫോഴ്സ് ആ സർഫസിന്റെ മുകളിൽ എവിടെയാണ് എക്സേർട്ട് ചെയ്യുക. എന്നൂടെ പറയാം, നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് എന്ന് പറയുന്ന ഈ സെഷനിൽ 2 കാര്യങ്ങളാണ് പഠിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് നമ്മൾ സർഫസ് ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സർഫസിന്റെ മുകളിൽ എത്ര ടോട്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. ആ ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രഷർ. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ടോട്ടൽ ഫോഴ്സ് അല്ലെ, അതായത് ടോട്ടൽ പ്രഷർ എവിടെയാണ് ആക്ട് ചെയ്യുക, ഈ സർഫസിന്റെ മുകളിൽ ഏത് പോയിന്റിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുക, അതിനെ നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസിൽ ഹൈഡ്രോളിക് സിലബസിൽ പഠിക്കുക. സോ ജസ്റ്റ് ആ 2 കാര്യങ്ങളുടെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ പ്രഷർ. സോ ടോട്ടൽ പ്രഷർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ബോഡി നമ്മൾ സർഫസിൽ മുക്കി കഴിയുമ്പോൾ അതിന്റെ എല്ലാ പോയിന്റ്സിലും ആക്ട് ചെയ്യുന്ന വാട്ടർ പ്രഷർ ഉണ്ടല്ലോ. നമുക്കറിയാം റോ ജി എച്ച് എന്ന് പറഞ്ഞ ഓരോ ഡെപ്തിലും വാട്ടർ പ്രഷർ ഉണ്ടാവും. സോ ആ വാട്ടർ പ്രഷർ ടോട്ടലായിട്ട് ആഡ് ചെയ്ത് അതിനൊരു ഫോഴ്സ് ആയിട്ട് ആ സർഫസിന്റെ മുകളിലോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം.
നമ്മൾ പ്രഷറിനെ ഫോഴ്സ് ആക്കുന്നത് എങ്ങനെയാ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. സോ ആ ഒരു സർഫസിൽ വരുന്ന ടോട്ടൽ പ്രഷറിനെ നമ്മൾ ആ ഏരിയയിലോട്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് കൊടുത്താൽ ആ ഫോഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ പ്രഷർ. മനസ്സിലായല്ലോ? സോ ഒരു സിംഗിൾ ഫോഴ്സ് ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലിക്വിഡിന്റെ മുകളിൽ ഒരു സർഫസ് ലിക്വിഡിന്റെ അകത്ത് ഒരു സർഫസ് ഇമ്മേഴ്സ് ചെയ്താൽ അതിനകത്ത് എല്ലാ പോയിന്റ്സിലും പ്രഷർ ഉണ്ടാവും അല്ലെ? സോ ആ പ്രഷറിനെ മുഴുവൻ നമ്മൾ അടപ്പ് ചെയ്തിട്ട് ആ ഏരിയയിൽ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ പ്രഷർ. സോ ടോട്ടൽ പ്രഷർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് force exerted by a static fluid on a surface when a fluid comes in contact with the surface is called total pressure. So ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു സർഫസ് ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സർഫസും ഈ ലിക്വിഡും തമ്മിലുള്ള കോണ്ടാക്ട് കൊണ്ട് വരുന്ന ടോട്ടൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടോട്ടൽ പ്രഷർ ആണ്. സോ ടോട്ടൽ പ്രഷർ എന്നുള്ള പേര് കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ആക്ച്വലി ഇതൊരു പ്രഷർ വാല്യൂ അല്ല, നമ്മൾ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഫോഴ്സിന്റെ കിലോ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റിലൊക്കെ ആയിരിക്കും വരിക. സോ അതൊരു ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പേര് ടോട്ടൽ പ്രഷർ എന്നാണെന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ. ഇനി ടോട്ടൽ പ്രഷർ ആ ബോഡിയിൽ എവിടെ ആക്ട് ചെയ്യുന്നു? നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സർഫസിൽ ഈ ടോട്ടൽ പ്രഷർ എവിടെ ആക്ട് ചെയ്യുന്നു? ആ പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് പ്രഷർ. സോ ഈ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക. ടോട്ടൽ പ്രഷർ എന്താണ്? സെന്റർ ഓഫ് പ്രഷർ എന്താണ്? സോ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ പ്രഷർ, അതായത് ആ ഫോഴ്സ് ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ്. ഇപ്പൊ നമ്മൾ ഈ ഗേറ്റ് ആണെങ്കിൽ ഈ ഗേറ്റ് നമ്മൾ വെള്ളത്തിൽ കൺസ്ട്രക്ട് ചെയ്തല്ലോ. സോ ആ ഗേറ്റിന്റെ മുകളിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് എത്രത്തോളം ടോട്ടൽ പ്രഷർ വരുന്നോ ആ ടോട്ടൽ പ്രഷറിന്റെ വാല്യൂ ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു. ഇനി ആ ടോട്ടൽ ഫോഴ്സ് ഈ ഗേറ്റിന്റെ എവിടെയാണോ ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുക അല്ലെ? ആ പെർട്ടിക്കുലർ സിംഗിൾ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് പ്രഷർ. സോ അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. സോ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ്. സോ ആ സർഫസിൽ ഏത് പോയിന്റിലാണോ നമ്മൾ ടോട്ടൽ പ്രഷർ വരുന്നത് ആ പെർട്ടിക്കുലർ പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് പ്രഷർ. ഇനി എപ്പോഴും ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുക നമ്മുടെ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും. സർഫസിന് നോർമൽ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ഈ ഒരു സർഫസ് എടുത്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഓൾവേസ് ടോട്ടൽ ഫോഴ്സ് വിൽ ബി നോർമൽ ടു ദ സർഫസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ടോട്ടൽ പ്രഷർ എന്താണ്, സെന്റർ ഓഫ് പ്രഷർ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഡെറിവേഷൻസ് ആണ്. ഈ ഡെറിവേഷൻസ് നമ്മൾ 3 കേസസിന്റെ ഡെറിവേഷനാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വാട്ടർ ബോഡിയിൽ നമ്മളൊരു സർഫസ് ഇമ്മേഴ്സ് ചെയ്യണം. പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഇല്ലാത്ത ഒരു 2D എലമെന്റ് ആണ്. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലെ? ഒരു തിക്നെസ് ഇല്ലാത്ത 2D എലമെന്റിനെയാണ് നമ്മൾ പ്ലെയിൻ ഫിഗർ എന്ന് പറയാം. സോ ഈ ഒരു പ്ലെയിൻ ഫിഗർ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഏത് രീതിയിലും ഇടാം അല്ലെ? നേരെ കുത്തനെ വെർട്ടിക്കൽ ആയിട്ട് ഇടാം, കുറച്ച് ചെരിച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് ഇടാം, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇടാം. 3 രീതിയിൽ ഇടാം. അപ്പൊ ഈ 3 കേസസിൽ സോ വെർട്ടിക്കൽ പൊസിഷനിൽ, അതുപോലെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ, ഇൻക്ലൈൻഡ് പൊസിഷനിൽ നമ്മളൊരു പ്ലെയിൻ സർഫസ് ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊക്കെയുള്ള ടോട്ടൽ പ്രഷർ എത്ര, അതിന്റെ സെന്റർ ഓഫ് പ്രഷർ എത്ര ഡിസ്റ്റൻസിലാണ്, നമ്മുടെ വാട്ടർ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് അതിന്റെ സെന്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുക. അപ്പൊ 3 കേസസ് ഉണ്ട്. ആ 3 കേസിലും നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കും, അതുപോലെ സെന്റർ ഓഫ് പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യും. സോ ലെറ്റ് us start with the first case. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, സോ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് എന്ന് വെച്ചാൽ കൺസിഡർ എ പ്ലെയിൻ വെർട്ടിക്കൽ സർഫസ് ഓഫ് എനി ഓർബിറ്ററി സ്ട്രീം ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. നമ്മളൊരു വാട്ടർ ബോഡി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഴയോ തോടോ കുളമോ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ നമ്മളൊരു പ്ലെയിൻ ഒരു വാട്ടർ ബോഡി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ വാട്ടർ ബോഡീന്റെ ഏറ്റവും മോൾ ഭാഗത്തിന് നമ്മൾ ഫ്രീ സർഫസ് എന്ന് വിളിക്കുമല്ലോ. നമ്മുടെ എയറിലോട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് തുറന്നിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ഫ്രീ സർഫസ് എന്ന് വിളിക്കുന്നു. സോ ഇതൊരു വാട്ടർ ബോഡിയാണ്, അതൊരു ഫ്രീ സർഫസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഓർബിറ്ററി ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുള്ള ഒരു പ്ലെയിൻ സർഫസിനെ വെർട്ടിക്കലായിട്ട് മുക്കുന്നു. മനസ്സിലായോ? ഇതാണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. സോ ഇതിന്റെ ഒരു സെൻട്രൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ആയിട്ട് എടുക്കുന്നത് അല്ലെ? 90 ഡിഗ്രി ആംഗിളിലായിരിക്കുന്നെങ്കിൽ അതിന് വെർട്ടിക്കൽ പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും.
സോ ഈ എ ബി ഇരിക്കുന്ന വെർട്ടിക്കൽ പൊസിഷനിലല്ലേ, സോ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് അതിന്റെ നോമൻ ക്ലേച്ചർ നോക്കാം, അതൊക്കെ നോക്കാം. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടെങ്കിൽ അതിനൊരു സൈഡ് വ്യൂ ഞാൻ വരയ്ക്കുന്നു. സോ ഇത് നമ്മൾ നേരെ കാണുന്ന പോലെ, സോ അതിന്റെ സൈഡിൽ നോക്കിയാൽ ഇതൊരു ജസ്റ്റ് ഒരു ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലെയിൻ ഫിഗർ എന്ന് പറയുന്നത്. തിക്നെസ് ഇല്ല, ജസ്റ്റ് ഒരു ലൈൻ പോലെ ആയിരിക്കും, 2D എലമെന്റ് ആയിരിക്കും. സോ എ ബി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ലൈൻ ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, നൗ ലെറ്റ് us see the points. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ഫിഗർ ഉണ്ടെങ്കിൽ അതിനൊരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ഫിഗറിന്റെ കേസിൽ അതൊരു സെൻട്രോയിഡ് എന്ന് വിളിക്കും. സോ ഇതാണ് അതിന്റെ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ടോട്ടൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുക. നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് ഞാൻ ജി എന്ന് മാർക്ക് ചെയ്തു. സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ എക്സ് ബാർ വൈ ബാർ എന്നൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ഫ്രീ സർഫസിൽ നിന്ന് സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ എച്ച് ബാർ എന്ന് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഫ്രീ സർഫസിൽ നിന്ന് നമ്മുടെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എച്ച് ബാർ എന്ന് മെൻഷൻ ചെയ്യുന്നു. സോ സെൻട്രോയിഡ് ആയി. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സർഫസ് വെള്ളത്തിന്റെ അകത്ത് മുക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളം ഒരു പ്രഷർ അപ്ലൈ ചെയ്യും അല്ലെ. സോ ഇവിടുത്തെ ഈ ഡെപ്ത് തൊട്ട് ഈ ഡെപ്ത് വരെ എല്ലാ പോയിന്റിലും പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷർ മുഴുവൻ ഒരു ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് നമ്മൾ അതൊരു പോയിന്റിൽ കൊടുക്കും. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സെന്റർ ഓഫ് പ്രഷർ. സോ സെന്റർ ഓഫ് പ്രഷർ നമ്മൾ പി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എച്ച് സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ജി എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡിലോട്ടുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷർ ആണ്. സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് സ്റ്റാർ. ഓക്കെ, നൗ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലോ, പോയിന്റ് പി ആണ് സെന്റർ ഓഫ് പ്രഷർ. അവിടെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് നമ്മൾ വിളിക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഈ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡ് അതിൻ്റെ അകത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ എൻറ്റയർ സർഫസിന്റെ മുകളിൽ ലിക്വിഡ് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രഷറിന് മുഴുവൻ നമ്മളൊരു സിംഗിൾ ഫോഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് വിളിക്കുക. ആ ടോട്ടൽ പ്രഷറാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എഫ്. സോ ആ എഫ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആക്ട്സ് നോർമൽ ടു ദ സർഫസ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സർഫസിന് നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന വലിയ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സ്ക്രീനിന്റെ ഉള്ളിലോട്ട്, ഇവിടെ നിന്ന് സ്ക്രീനിന്റെ ഉള്ളിലോട്ട് ആക്ട് ചെയ്യുന്ന പോലെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സെന്റർ ഓഫ് പ്രഷറിൽ ആക്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബേസിക്സ്. സോ ഇതിൻ്റെ ഒരു ടാബുലർ ഫോമിൽ നമുക്ക് എഴുതാം. എ എന്ന് പറഞ്ഞാൽ, സോ യു ഹാവ് എ പെർട്ടിക്കുലർ വെർട്ടിക്കുലർ പ്ലെയിൻ സർഫസ്. ആ പെർട്ടിക്കുലർ പ്ലെയിൻ സർഫസിന്റെ എ ഏരിയ ആണ്. ജി എന്ന് വെച്ചാൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പ്ലെയിൻ സർഫസ്. സോ അതിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ജി. ആ ജിയിലോട്ടുള്ള ഡെപ്ത് ആണ് എച്ച് ബാർ. എവിടുന്ന്? ഫ്രീ സർഫസിൽ നിന്ന്. പി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷർ ആണ്. സെന്റർ ഓഫ് പ്രഷർ ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് ആണ് എച്ച് സ്റ്റാർ. ഇനി റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലിക്വിഡിലാണോ അത് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള വേണ്ടത്. സോ നിങ്ങൾക്ക് ഇമേജ് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതിൽ ഓരോ ടേംസും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിത്ത് ദിസ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദിസ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രഷർ. അതുപോലെ എച്ച് സ്റ്റാർ എന്ന ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് സെന്റർ ഓഫ് പ്രഷർ എത്ര ഡിസ്റ്റൻസിനാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ടോട്ടൽ പ്രഷർ. ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ പ്രഷർ നമ്മൾ എഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എഫ് ആക്ട് ചെയ്യുക പി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ആ പി ഫ്രീ സർഫസിൽ നിന്ന് എച്ച് സ്റ്റാറിലാണ് ആക്ട് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് എഫ് എന്താന്ന് കണ്ടുപിടിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ആണ് അല്ലെ. സോ ലെറ്റ് us സ്റ്റാർട്ട്. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇതൊരു റെഗുലർ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. സോ സാധാരണ നമ്മൾ സി ജി ഒക്കെ ചെയ്ത സമയത്ത് എന്താ ചെയ്തത്? ഇതിനൊരു ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലെ. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. Consider a small strip of thickness dh and width b at a depth of h from free surface. അതായത് നമ്മൾ ഈ ലാമിന കണ്ടല്ലോ, ഒരു പ്ലെയിൻ ഫിഗർ കണ്ടു. ആ പ്ലെയിൻ ഫിഗറിന്റെ അകത്ത് നമ്മൾ ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്ട്രിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. സോ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി എച്ച് എന്നാണ്. ഡി എച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ചെറിയ സ്മോൾ തിക്നെസ് ഉള്ളതിനാണ് നമ്മൾ ഡി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ഡി എച്ച് ആണ് അതിന്റെ തിക്നെസ്.
ബി എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് ആണ്. ഓക്കെ, ആ സ്ട്രിപ്പ് ഫ്രീ സർഫസിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന ഡെപ്ത് അതാണ് എച്ച്. മനസ്സിലായല്ലോ? സോ നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു, ആ സ്ട്രിപ്പിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി എച്ച് ആണ്, സ്ട്രിപ്പിന്റെ വിഡ്ത്ത് ബി ആണ്, അത് ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ലാമിനെല്ലാം നമ്മളൊരു ചെറിയ സ്ട്രിപ്പ് എച്ച് ഡെപ്തിൽ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ്രോളിക്സിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിലോട്ട് പോവാണ്. സോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ലിക്വിഡിൽ ഓരോ ഡെപ്തിലും ഓരോ പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഇന്റൻസിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അറ്റ് എ ഡെപ്ത് എച്ച് ആണെങ്കിൽ, സോ ദ ലിക്വിഡ് പ്രഷർ intensity at a depth h is represented by P is equal to rho g h. നമ്മൾ പഠിച്ച കാര്യം അല്ലേ? ഏതൊരു ഡെപ്ത് എടുത്താലും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഡെപ്തിലോട്ടുള്ള പ്രഷർ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റോ ജി എച്ച് ചെയ്താൽ മതി. എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെപ്ത് ആണ്. ഏത് ഡെപ്തിലാണോ വേണ്ടത് ആ ഡെപ്തിലുള്ള പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, റോ ആണ് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി എങ്കിൽ, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ, ആ പെർട്ടിക്കുലർ ഡെപ്തിലുള്ള പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ്. സോ എച്ച് ഡെപ്തിൽ ഈ ലിക്വിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ആ പ്രഷർ എത്രയാണോ? റോ ജി എച്ച്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പിൽ റോ ജി എച്ച് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സോ ഏതൊരു ഡെപ്ത് എടുത്താലും അവിടെ ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ നമ്മൾ സാധാരണ റോ ജി സെഡ് എന്നാ പറഞ്ഞ അല്ലെ? സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് ഏത് ഡെപ്ത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മളൊരു ഗ്ലാസിന്റെ അകത്ത് ഓരോ പോയിന്റ്സ് എടുത്തിട്ടൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ നമ്മൾ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ആ സ്ട്രിപ്പ് എച്ച് ഡെപ്തിലാണ്. സോ എച്ച് ഡെപ്തിൽ ലിക്വിഡിന്റെ പ്രഷർ റോ ജി എച്ച് ആണ്. സോ ആ റോ ജി എച്ച് പ്രഷറാണ് ഈ പെർട്ടിക്കുലർ സ്ട്രിപ്പിൽ നമ്മുടെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ എഴുതിയ പ്രഷർ ഇന്റൻസിറ്റി ഓൺ ദ സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. സോ നമുക്ക് പ്രഷർ അല്ല വേണ്ടത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടോട്ടൽ പ്രഷർ ആണ്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ് അല്ലെ? ഈ ഒരു പ്രഷറിന് നമ്മളൊരു സിംഗിൾ പോയിന്റ് ഫോഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ഈ ഒരു സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ റോ ജി എച്ച് ആണെങ്കിൽ, ഈ സ്ട്രിപ്പിന്റെ ഏരിയ എ ആണെങ്കിൽ, സോറി ഇത് ചെറിയ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഡി എ എന്ന് വിളിക്കുന്നു. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? പ്രഷർ ഇൻറ്റു ഏരിയ. സോ നമുക്ക് ഏരിയ വേണം. സോ ആ ഏരിയനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എ എന്നാണ്. ഡി എ ഈസ് ഈക്വൽ ടു ബി ഡി എച്ച് അല്ലെ? വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. സോ ഡി എ ആണ് ഏരിയ. നൗ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ വാട്ട് വിൽ ബി ഫോഴ്സ്? പ്രഷർ ഇൻറ്റു ഏരിയ. ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇന്റൻസിറ്റി ആണ് അല്ലെ? പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എ ആണ്. സോ ടോട്ടൽ പ്രഷർ തന്നെ നമ്മൾ ഡി എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ആ ഡി എഫ് ഈസ് നത്തിങ് ബട്ട് പി ഇൻറ്റു ഡി എ. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ ഇന്റൻസിറ്റി, ഡി എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ട്രിപ്പ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റോ ജി എച്ച് ഇൻറ്റു ബി ഡി എച്ച്. നമ്മുടെ ബേസിക് പ്രഷർ ഇക്വേഷൻ ആണ് ഫോഴ്സ് ബൈ ഏരിയ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സ് ആണ്. സോ ഇന്റർ ഏരിയയിലുള്ള ലോഡിനെ നമ്മളൊരു സിംഗിൾ പോയിന്റ് ലോഡ് ആക്കുന്നു. അതിനെന്ത് ചെയ്താൽ മതി? പ്രഷറിനെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ പ്രഷർ ഇസ് പി, ഏരിയ ഇസ് ഡി എ. സോ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റോ ജി എച്ച് ഇൻറ്റു ബി ഡി എച്ച് എന്ന് നമുക്ക് കിട്ടി. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? റോ ജി എച്ച് ഇൻറ്റു ബി ഡി എച്ച്. പക്ഷെ നമുക്ക് ഇതെല്ലാം വേണ്ടേ? നമുക്ക് വേണ്ടത് ടോട്ടൽ പ്രഷർ ആണ്. ടോട്ടൽ പ്രഷർ എന്താ പറഞ്ഞാൽ എന്താ? ഇതേപോലെ ഈ എ തൊട്ട് ഈ ബി വരെ നമ്മൾ ഓരോ സ്ട്രിപ്പും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ആ ടോട്ടൽ ആയിട്ട് കിട്ടുന്ന എല്ലാ ഡി എഫിന്റെയും സമ്മാണ് അല്ലെ? മനസ്സിലായോ? സോ ഇവിടെ ഒരു ഡി എഫ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്താൽ അതിനൊരു ഡി എഫ് ഉണ്ട്, അതിന്റെ താഴെ കൺസിഡർ ചെയ്താൽ അതിനൊരു ഡി എഫ് ഉണ്ട്, താഴെ കൺസിഡർ ചെയ്താൽ ഡി എഫ് ഉണ്ട്. അങ്ങനെ എ തൊട്ട് ബി വരെ ഞാൻ കുറേ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ആ സ്ട്രിപ്പിനെ മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടിക്കഴിഞ്ഞ ഡി എഫിന്റെ വാല്യൂ, അതായത് ടോട്ടൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് എന്ത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഇറഗുലർ ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഒരു സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്ത് പല സ്ട്രിപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു സിംഗിൾ സ്ട്രിപ്പിനെ നമുക്ക് കിട്ടി. സോ ഇങ്ങനെ സാധാരണ ഒരു സിംഗിൾ സ്ട്രിപ്പിന്റെ കിട്ടി അതിനെ മൊത്തമാക്കാൻ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ചെയ്തപ്പോഴും അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ വാട്ട് വി വിൽ ഡു? വി വിൽ ഇന്റഗ്രേറ്റ് ഫ്രം എ ടു ബി അല്ലെ? ഇവിടം തൊട്ട് ഇവിടം വരെ ഈ സ്ട്രിപ്പിന്റെ ഫോഴ്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ടോട്ടൽ ഫോഴ്സ് കിട്ടും. സോ ടോട്ടൽ ഫോഴ്സ് on the surface we represent it by F is nothing but integration of TF. മനസ്സിലായല്ലോ? നമ്മൾ എന്താ ചെയ്ത് ഇതുവരെ? നമ്മൾ
മുക്കി വെച്ചിരുന്ന വെർട്ടിക്കലായിട്ടുള്ള പ്ലെയിൻ സർഫസിൽ ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ആ സ്ട്രിപ്പിലുള്ള പ്രഷർ കണ്ടുപിടിച്ചു. ആ പ്രഷർ എത്രയാണ്? റോ ജി എച്ച് ആണ്. സ്ട്രിപ്പിന്റെ ഏരിയ ബി ഡി എച്ച് ആണ്. സോ റോ ജി എച്ച് ഇൻറ്റു ബി ഡി എച്ച്, അതാണ് എന്ത്? ആ പെർട്ടിക്കുലർ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, ടോട്ടൽ പ്ലെയിൻ സർഫസിലുള്ള പ്രഷർ ആണ് വേണ്ടത്, അല്ലെ? സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ആക്കണം. സോ വി വിൽ ഡു എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ്. സോ ഇതിന്റെ ഡി എഫിന്റെ വാല്യൂ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ റോ ജി എച്ച് ഇൻറ്റു ബി ഡി എച്ച്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഫിക്സഡ് ടേംസ് നോക്കാം നമുക്ക്. ബി ഡി എച്ച് ഞാൻ ഏരിയ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ. ഈ റോ ജി പുറത്തെടുക്കാനുള്ള കാരണം എന്താ? റോ ജി എന്ന് പറഞ്ഞാൽ റോ എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, അതിനൊരു ചേഞ്ച് ഇല്ല. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനും വ്യത്യാസമൊന്നുമില്ല. സോ റോ ജി ഇൻറ്റു ഇന്റഗ്രൽ എച്ച് ഡി എ. സോ ഇന്റഗ്രേഷന്റെ അകത്ത് വേരിയബിൾസ് മാത്രം മതി. ഇവിടെ വേരി ചെയ്യുന്നത് എന്തൊക്കെയാ? ഈ ഡെപ്ത് മാറും, അല്ലെ? സ്ട്രിപ്പ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പല സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഓരോ സ്ട്രിപ്പിനും ഓരോ എച്ച് ആയിരിക്കും, ഓരോ സ്ട്രിപ്പിനും ഓരോ ഏരിയ ആയിരിക്കും. ബിയും മാറും, ഡി എച്ചും മാറും. സോ ഓരോ സ്ട്രിപ്പിനും ഓരോ ഏരിയ ആയിരിക്കും, ഓരോ സ്ട്രിപ്പിനും ഓരോ ഡെപ്ത് ആയിരിക്കും. സോ എച്ച് വേരിയബിൾ ആണ്, ഡി എ വേരിയബിൾ ആണ്. സോ വേരിയബിളിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇന്റഗ്രേഷന്റെ അകത്ത് വെക്കുന്നു. വേരിയബിൾ അല്ലാത്ത സാധനം റോയും ജിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുന്നു. മനസ്സിലായല്ലോ? സോ ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഇന്റഗ്രൽ എച്ച് ഡി എ. ഇതില് ഇന്റഗ്രൽ എച്ച് ഡി എ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ തേർഡ് സെമസ്റ്റർ പഠിച്ച സമയത്ത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇന്റഗ്രൽ എച്ച് ഡി എ എന്ന് പറഞ്ഞൊരു സാധനം, എച്ച് എന്നായിരിക്കില്ല, നിങ്ങൾ വൈ ഡി എ, എക്സ് ഡി എ എന്നൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഏരിയ, അല്ലെങ്കിൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ. സോ ഇത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സി വാട്ട് വാസ് ദാറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ. ആ സ്ലൈഡിന്റെ ഒരു സ്നിപ്പ് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ച സ്ലൈഡാണിത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മൊമെന്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മൊമെന്റ് ഫോഴ്സും മൊമെന്റ് ഓഫ് ഫോഴ്സാണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതുപോലെ മൊമെന്റ് ഓഫ് ഏരിയ ഉണ്ട്. മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഏരിയ. സോ ഇത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് വിളിക്കും. സോ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷന്റെ ന്യൂമറേറ്റർ ആണ്. ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. സോ ഈ ഒരു പ്ലെയിൻ ഫിഗർ വെച്ചാണ് നമ്മളന്ന് പറഞ്ഞത്. ഒരു പ്ലെയിൻ ഫിഗർ ഉണ്ട്, അതിന്റെ വൈ ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ബാർ ഡിസ്റ്റൻസിലാണ്, എക്സ് ആക്സിസിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈ ബാർ ഡിസ്റ്റൻസിലാണെങ്കിൽ ആ എക്സ് ബാറിന്റെ ഇക്വേഷൻ ആണ് ഇത്, ഇന്റഗ്രൽ എ ഐ എക്സ് ഐ ബൈ ഇന്റഗ്രൽ എ ഐ. സോ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ പാർട്ടിന്റെയും a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2, അതായത് ടോട്ടൽ ഏരിയ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് ബാർ. അതുപോലെ a1 y1 പ്ലസ് a2 y2 വെച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് y ബാർ. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ ഇത് എക്സ് ബാർ ആണ്, ഇത് y ബാർ ആണ്. സോ നമ്മൾ ഇതിനെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. ഇനി ഇതേ ഇക്വേഷനെ നമുക്ക് ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് y ബാർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ഡി എ ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ y ഡി എ ബൈ എ. അതായത് ഇന്റഗ്രൽ y ഡി എ, ഇന്റഗ്രൽ എ ഐ എക്സ് ഐ അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ഐ വൈ ഐന് നമുക്ക് ഇന്റഗ്രൽ y ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ എ. സോ ഇന്റഗ്രൽ y ഡി എ ബൈ എ ആണ് y ബാർ. y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ നിന്ന് സി ജി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ? ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ നിന്ന് സി ജി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് പറയുന്നത്. സോ എ y ബാർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ y ഡി എ ആണ്. ഓക്കെ, ഇത് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലോട്ടൊന്ന് വരാം. നോക്കിക്കേ, ഇവിടെ ഇന്റഗ്രൽ എച്ച് ഡി എന്നുണ്ട്, അല്ലെ? ഇന്റഗ്രൽ എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ നിന്ന് നമ്മുടെ ഈ ഒരു സാധനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ സ്ട്രിപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് എച്ച്. നേരത്തെ അത് y ആയിരുന്നു. അപ്പം എച്ച് ഡി എ എന്ന് പറയുന്നത് എന്താവും? എ എച്ച് ബാർ എന്ന് ആവും. ആ ഇക്വേഷനായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ ക്ലാസ്സസ് ഒന്നുകൂടെ നോക്കുക, ഇതിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ. സോ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് ഇന്റഗ്രൽ എച്ച് ഡി എ. ഓക്കെ, ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് ഇന്റഗ്രൽ എച്ച് ഡി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എ എച്ച് ബാർ ആണ്. എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ
നമ്മുടെ സി ജിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആ പെർട്ടിക്കുലർ ലാമിനേന്റെ സി ജിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ആക്സിസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വൈ ബാർ കണ്ടില്ല, അതുപോലെ. സോ ഇവിടുത്തെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസ് ആണ്, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എച്ച് ബാർ. സോ ഇന്റഗ്രൽ എച്ച് ഡി എ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ എച്ച് ബാർ. സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ കിട്ടും. വാട്ട് ഈസ് ടോട്ടൽ പ്രഷർ? റോ ജി എ എച്ച് ബാർ. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ലാമിന വെർട്ടിക്കൽ ആയിട്ട് ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ പ്രഷർ, അതായത് ആ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ സമ്മപ്പ് ചെയ്തൊരു ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് റോ ജി എ എച്ച് ബാർ ആണ്. വാട്ട് ഈസ് റോ? ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എ ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ, അല്ലെ? ഏത് സർഫസ് ആണോ അതിൽ മുക്കുന്നത് ആ സർഫസിന്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏത് സർഫസ് ആണോ ആ ഫ്രീ സർഫസ്, ആ ലിക്വിഡിന്റെ ഫ്രീ സർഫസ് തൊട്ട് നമ്മൾ മുക്കിയിരിക്കുന്ന ലാമിന ഉണ്ടല്ലോ, അതിന്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. സോ റോ ജി എ എച്ച് ബാർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലാമിനേന്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, പി അല്ലേ? ആ പിയിലോട്ട് ഫ്രീ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വേണം. സോ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ഒരു സ്ട്രിപ്പ് എടുക്കുന്നു, ആ സ്ട്രിപ്പിന്റെ പ്രഷർ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നു, ആ പ്രഷർ ഇന്റൻസിറ്റിനെ ആ സ്ട്രിപ്പിന്റെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മൾട്ടിപ്ലൈ ചെയ്തതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇന്റഗ്രേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇന്റഗ്രൽ എച്ച് ഡി എന്ന് പറഞ്ഞൊരു ടേം കിട്ടും. ഇന്റഗ്രൽ എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ഈസ് നത്തിങ് ബട്ട് എ ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതാണ് എ എച്ച് ബാർ. സോ എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. ടോട്ടൽ പ്രഷർ കിട്ടി. നൗ ലെറ്റ്സ് മൂവ് ടു സെന്റർ ഓഫ് പ്രഷർ. സോ സെന്റർ ഓഫ് പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസ് വെച്ചാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അത് എച്ച് സ്റ്റാർ ആണ്. ആ ഒരു ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us start. സോ സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നേരത്തെ പറഞ്ഞ പോലെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയും. ആ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് വെച്ചാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഡെറിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സോ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ വേരിക്നൻസ് പ്രിൻസിപ്പിൾ എന്ന് കൂടെ അതിന് പറയാറുണ്ട്. സോ എന്തായിരുന്നു വേരിക്നൻസ് പ്രിൻസിപ്പിൾ? ഒന്ന് ഓർത്തു നോക്കിയേ. ഇറ്റ് സേസ് മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സസ് അബൌട്ട് എ പെർട്ടിക്കുലർ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ്. നമുക്ക് നോക്കാം, അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഇതായിരുന്നു നമ്മൾ ആ സ്ലൈഡ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അല്ലെങ്കിൽ വേരിക്നൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ബീം എടുത്തു കഴിഞ്ഞാൽ ആ ബീമിൽ കുറെ ഫോഴ്സസ് ഉണ്ടാവും, അല്ലേ? സോ ഫോഴ്സസിനൊരു റിസൾട്ടന്റ് ഉണ്ടാവും. സോ ആ റിസൾട്ടന്റ് കൊണ്ട് ഈ പെർട്ടിക്കുലർ ആക്സിസിൽ ഉണ്ടാവുന്ന മൊമെന്റ്, ദാറ്റ് ഈസ് മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ്, വിൽ ബി ഈക്വൽ ടു സം ഓഫ് മൊമെന്റ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഇവിടെ F1, F2, F3, F4 എന്ന് പറഞ്ഞ കുറെ ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസ് എല്ലാം കൂടിയുള്ള ആ ഫോഴ്സസ് എല്ലാം ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ മൊമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. F1 ഇൻറ്റു D1, F2 ഇൻറ്റു D2, F3 ഇൻറ്റു D4, അങ്ങനെ 4 ഇൻഡിവിജ്വൽ ഫോഴ്സസ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്സ് ഉണ്ട്. സോ വേരിക്നൻസ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്. ഇതാണ് നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചത്. സെയിം ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സസ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് അറിയാം. എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ്? എഫ് ആണ്, അല്ലെ? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്, അല്ലെ? ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ സർഫസിന്റെ മുകളിൽ ലിക്വിഡ് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ടന്റ് ഫോഴ്സിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. സോ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ചെയ്താൽ എന്ത് കിട്ടും? ഈ ഫ്രീ സർഫസിലുള്ള മൊമെന്റ് കിട്ടും. സോ മൊമെന്റ് അബൌട്ട് ഫ്രീ സർഫസ് ഡ്യൂ ടു റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് കിട്ടി. രണ്ടാമത്തെ എന്താണ്? സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ്. നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു? ഓരോ സ്ട്രിപ്പായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു, അല്ലെ? സോ ഓരോ സ്ട്രിപ്പിലും ഓരോ ഡി എഫ് ഉണ്ട്. ഓരോ ഡി എഫിനും ഒരു ഹൈറ്റ് എച്ച് ഉണ്ട്. സോ ഡി എഫ് ഇൻറ്റു എച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ മൊമെന്റ് കിട്ടും. സോ ഇങ്ങനെ ഓരോ സ്ട്രിപ്പിന്റെയും ഡി എഫ് ഇൻറ്റു എച്ച് കണ്ടുപിടിച്ച് അതിന്റെ സം എടുക്കുന്നു. അതാണ് സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ്. മനസ്സിലായോ? മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സസ് അബൌട്ട് ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസ് ഫ്രീ സർഫസ് ആണ്.
അങ്ങോട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്? എഫ് ആണ് അല്ലെ. ടോട്ടൽ പ്രഷർ ആണ് ഇവിടുത്തെ റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ഇൻറ്റു ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ അല്ലെ, അതാണ് ഫ്രീ സർഫസിലുള്ള മൊമെന്റ്. ഇനി സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ലാമിനേനെ പല ഡിഫറെന്റ് സ്ട്രിപ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ആ ഓരോ സ്ട്രിപ്പിലും ഇൻഡിവിജ്വൽ ഫോഴ്സ് ഡി എഫ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഡി എഫ് എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ഇൻറ്റു ഇതിന്റെ പെർട്ടിക്കുലർ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി എഫ് കിട്ടും. ആ ഡി എഫ് ഇൻറ്റു ഈ ഹൈറ്റ് എച്ച് അല്ലെ. ഇങ്ങനെ ഓരോ സ്ട്രിപ്പ് എടുത്താൽ അതിന് ഓരോ ഡി എഫ് ഉണ്ടാവും, അതിന്റെ ഡെപ്ത് ഉണ്ടാവും. ആ ഡി എഫ് ഇൻറ്റു ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് കിട്ടും. അങ്ങനെ ഈ എല്ലാ സ്ട്രിപ്പിന്റെയും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് മൂവ്മെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ് കിട്ടും. ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സിംഗിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അതാണ്. ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ, അതാണ് മൊമെന്റ് ഡ്യൂ ടു റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ്. എഫിന്റെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഡിറൈവ് ചെയ്തിരുന്നു. എന്താണ് എഫ്? റോ ജി എ എച്ച് ബാർ അല്ലെ. റോ ജി എ എച്ച് ബാർ ആണ് എഫ്, എച്ച് സ്റ്റാർ ആണ് ഈ ഡിസ്റ്റൻസ്. സോ ലെറ്റ് us put it as equation 1. So moment due to resultant forces about the free surface is equal to rho g a h bar into h star. That is your equation 1. Now next one is moment due to ഇൻഡിവിജ്വൽ കമ്പോണൻസ് അല്ലെ. ഈ ഓരോ സ്ട്രിപ്പിന്റെയും മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആദ്യം ഒരു സിംഗിൾ സ്ട്രിപ്പ് എടുക്കാം. ആദ്യത്തെ സിംഗിൾ സ്ട്രിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി ഡി എച്ച് തന്നെ എടുക്കും. സോ മൊമെന്റ് ഡ്യൂ ടു സിംഗിൾ സ്ട്രിപ്പ് അബൌട്ട് ദ ഫ്രീ സർഫസ്. നമ്മൾ ഈ സ്ട്രിപ്പ് മാത്രം എടുക്കുന്നു. ആ സ്ട്രിപ്പ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ്. ഈ സ്ട്രിപ്പ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്താണ്? ഡി എഫ് ആണ്. ഡി എഫ് എന്തായിരുന്നു? റോ ജി എച്ച് ഇൻറ്റു ഡി എ അല്ലെ, ബി ഡി എച്ച്. റോ ജി എച്ച് ഇൻറ്റു ഡി എ ആണ് ഈ സിംഗിൾ സ്ട്രിപ്പിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഇൻറ്റു ഡെപ്ത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ മൊമെന്റ് കിട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് റോ ജി എച്ച് ഇൻറ്റു ഡി എ ഇൻറ്റു എച്ച്. റോ ജി എച്ച് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡി എഫ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിപ്പിൽ വരുന്ന ഫോഴ്സ്. അത് നമ്മൾ ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ ചെയ്തിട്ടുണ്ട്. റോ ജി എച്ച് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ഡി എ, അതാണ് അവിടുത്തെ ഫോഴ്സ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ സ്ട്രിപ്പിലായിരിക്കും. ആ സ്ട്രിപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എച്ച്. സോ റോ ജി എച്ച് ഇൻറ്റു ഡി എ ഇൻറ്റു എച്ച് ആണ് അവിടുത്തെ മൊമെന്റ്. സോ ദാറ്റ് വിൽ കംസ് ടു rho g h square dA. So moment due to single strip about the free surface is equal to rho g h square dA. Now let's see. So നമുക്ക് ഒരു സ്ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന മൊമെന്റ് കിട്ടി. സോ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സിന്റെ റൈറ്റ് പാർട്ട് എന്താ? സം ഓഫ് മൊമെന്റ്സ് ഡ്യൂ ടു കമ്പോണന്റ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം ആക്സിസ്. സോ ഇതുപോലെ ഇവിടെയുള്ള ഓരോ സ്ട്രിപ്പിനും ഇതുപോലെ ഓരോ മൊമെന്റ് ഉണ്ടാവും അല്ലെ. ഈ ഒരു സ്ട്രിപ്പ് ഏറ്റവും മുകളിലാണെങ്കിൽ അവിടെ ഒരു ഡി എ ഉണ്ട്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഡി എഫ് ഉണ്ട്. ആ ഡി എഫ് ഒരു ഡെപ്തിലാണ് ആക്ട് ചെയ്യുക. സോ അതുകൊണ്ടൊരു മൊമെന്റ് ഉണ്ടാവും. അതിന്റെ താഴെ വേറൊരു സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ആവും. അതിന്റെ താഴെ വേറെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഉണ്ടാവും. അങ്ങനെ എ തൊട്ട് ബി വരെ ഒരുപാട് സ്ട്രിപ്പ് ഉണ്ടാവും. ആ എല്ലാ സ്ട്രിപ്പും കൊണ്ടും മൊമെന്റ് ഉണ്ടാവും. അതിന്റെ സമ്മാണ് റൈറ്റിൽ വേണ്ടത്. അപ്പൊ ഇതിനെന്താ ചെയ്യണ്ടേ? സോ ടോട്ടൽ മൊമെന്റ് ഡ്യൂ ടു ഓൾ സച്ച് സ്ട്രിപ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നേരത്തെ ഫോഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ മൊമെന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ആ സമയത്ത് എന്ത് വരും? ഇന്റഗ്രൽ റോ ജി എച്ച് സ്ക്വയർ ഡി എ. ഇന്റഗ്രൽ റോ ജി എച്ച് സ്ക്വയർ ഡി എ വിച്ച് വിൽ ബി ഈക്വൽ ടു റോ ജി നമ്മൾ പുറത്തെടുക്കുന്നു. ദേ ആർ കോൺസ്റ്റൻസ്. ഓൺലി വേരിയബിൾ ഈസ് എച്ച് ആൻഡ് എ. സോ എച്ച് സ്ക്വയർ ഡി എ എടുക്കുന്നു. ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ. സോ നേരത്തെ ഇന്റഗ്രൽ എച്ച് ഡി എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ ആണ്. അതായത് ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു ഏരിയ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയക്ക് വേറൊരു പേരുണ്ട്. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ. നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യമാണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ. സോ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ഓർ മൊമെന്റ് ഓഫ് ഇനേഷ്യ വി റെപ്രസെന്റ് ഹിയർ ആസ് I0. സോ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. നമുക്ക് പഴയ സ്ലൈഡിലോട്ട് നോക്കാം. ഇങ്ങനെയായിരുന്നു നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിറൈവ് ചെയ്ത് അല്ലെ. ഇങ്ങനെ ഒരു പ്ലെയിൻ ഫിഗർ എടുത്ത് അതിനെ പല ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നു. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഒ എക്സ് എന്ന് പറഞ്ഞ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് അതേ ഇൻറ്റു y1 സ്ക്വയർ. ഈ ഏരിയ A2 ഇൻറ്റു y2 സ്ക്വയർ, A3 ഇൻറ്റു y3 സ്ക്വയർ, A4 ഇൻറ്റു y4 സ്ക്വയർ അല്ലെ. A1 y1 സ്ക്വയർ പ്ലസ് A2 y2 സ്ക്വയർ പ്ലസ് A3 y3 സ്ക്വയർ പ്ലസ് A4 y സ്ക്വയർ. അതാണ് അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സിഗ്മ എ വൈ സ്ക്വയർ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇന്റഗ്രേഷനിലാണെങ്കിൽ
വൈ സ്ക്വയർ ഡി എ, ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇവിടെ വൈ സ്ക്വയർ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് വരുന്നതുകൊണ്ടാണ് അതിനെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. സെക്കൻഡ് മൊമെന്റ് അല്ലെ, ഫസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു. സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. അതിന് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. സോ വാട്ട് വി ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ ഈസ് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ ഐ ആണ്. വൈ എന്താണ്, നമ്മൾ പെർട്ടിക്കുലർ ആക്സിസ് കൺസിഡർ ചെയ്താൽ ആ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ ഇവിടെ നമ്മുടെ ആക്സിസ് ഒ എക്സ് ആണ്. നൗ കം ടു അവർ പ്രോബ്ലം. ഇവിടെ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ. സോ നമ്മൾ ഫ്രീ സർഫസ് ആണ് ഇവിടെ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ആ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ലാമിന, മനസ്സിലാവുന്നുണ്ടോ, ഈ ഒരു പ്ലെയിൻ ഫിഗറിനെ ഈ ആക്സിസിന് റെപ്രസെന്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് I0. ഒന്നുകൂടെ പറയാം, ഈ പെർട്ടിക്കുലർ പ്ലെയിൻ ഫിഗറിനെ ഈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതാണ് ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ, ദാറ്റ് ഈസ് I0. സോ I0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ്, റോ ജി I0. So moment due to all strips is rho g I0. Moment due to resultant force is rho g AH bar into H star. As per principle of moments, 1 is equal to 2. So 1 is equal to 2. Hence, we have rho g AH bar into H star is equal to rho g I0. 1 ഉം 2 ഉം കൂടി ഇക്വേറ്റ് ചെയ്യും. ഇതും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. So rho g AH bar into H star is equal to rho g I0. So ഇവിടെ റോജിയും ക്യാൻസൽ ആയി പോവും. വാട്ട് ഈസ് ലെഫ്റ്റ് ഈസ് റോജി ക്യാൻസൽ ആയി പോവും. എച്ച് സ്റ്റാർ നമുക്ക് വേണ്ടത്, സെന്റർ ഓഫ് പ്രഷർ ആണ് നമുക്ക് വേണ്ടത്. സോ യു വിൽ ഗെറ്റ് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ബൈ എ എച്ച് ബാർ. സോ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ബൈ എ എച്ച് ബാർ അല്ലെ. റോജി പോയി എച്ച് സ്റ്റാറിനെ ഇവിടെ നിർത്തി I0 ബൈ എ എച്ച് ബാർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. I0 എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് അല്ലെ. ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയില്ല. നമ്മൾ ഇപ്പൊ ഇതൊരു റെക്ടാങ്കിൾ ആയിരുന്നെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന CG കൂടെ പോകുന്ന ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം, BD ക്യൂബ് ബൈ 12. അതുപോലെ ട്രയാങ്കിൾ ആണെങ്കിൽ BH ക്യൂബ് ബൈ 36. അങ്ങനെ നമുക്ക് കുറെ ഇക്വേഷൻസ് അറിയായിരുന്നു. അല്ലെങ്കിൽ πd⁴/64 സർക്കിൾ ആണെങ്കിൽ. സോ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. ഇവിടെ ജി കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല I0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ സർഫസ് ഒരു ആക്സിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സർഫസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദാറ്റ് ആക്സിസ്, അതാണ് I0 എന്ന് പറയുന്നത്. സോ സെന്റർ ഓഫ് പ്രഷർ എന്താണ്, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ബൈ എ എച്ച് ബാർ. ഓക്കെ, I0 ബൈ എ എച്ച് ബാർ ആണ് ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പക്ഷേ ഈ I0ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ I0ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ബൈ എ എച്ച് ബാർ. ഇനി അഗെയിൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് പോകുന്നത്. സോ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഉള്ള രണ്ട് ആക്സിസ് ഉണ്ടെങ്കിൽ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യനെ വേറെ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു തിയറി ഉപയോഗിക്കും. ഇവിടെ നോക്കിക്കുക, ഇവിടുത്തെ കേസ് എന്താ, നമുക്കറിയാവുന്നത് ഈ പെർട്ടിക്കുലർ സർഫസിന്റെ ഈ ഒരു ഫ്രീ സർഫസ്, ഇതാണല്ലോ നമ്മുടെ ഫ്രീ സർഫസ്. നമ്മുടെ ഈ പെർട്ടിക്കുലർ ഫിഗർ ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I0 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് I0 അറിയത്തില്ല. നമുക്ക് അറിയാൻ സാധ്യതയുള്ള IG ആണ് അല്ലെ. ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, ഏത് ഫിഗർ ആണെങ്കിലും അതിന്റെ അറിയാം. സോ നമുക്ക് ഈ I0നെ IG ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മളൊരു തിയറി ഉപയോഗിക്കും. ആ തിയറത്തിന്റെ പേരാണ് എന്ത്, പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം നിങ്ങൾ പഴയ മൊഡ്യൂളിൽ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. നമുക്ക് പഴയ സ്ലൈഡിലോട്ടൊന്ന് പോവാം. ഇതായിരുന്നു നമ്മുടെ പഴയ സ്ലൈഡ്. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. എബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ് IG ആണെന്ന് വിചാരിക്കാം. ഈ ഒരു പ്ലെയിൻ ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഇത്. ആ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ IG ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കുറച്ച് ഡിസ്റ്റൻസുകൾ, H എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള AB എന്ന് പറയുന്ന ഒരു ആക്സിസ്,
ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് വേണ്ടെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് നമ്മൾ ഫസ്റ്റ് തേർഡ് സെമിസ്റ്ററിൽ പഠിച്ചതാണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ ഫിഗർ. ആ പ്ലെയിൻ ഫിഗറിന്റെ സെന്ററിൽ കൂടെ ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. ആ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ എ ബി. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ് അതിന്റെ എച്ച് ഡിസ്റ്റൻസിൽ എ ബി എന്ന് പറയുന്ന വേറൊരു ആക്സിസ് ഉണ്ട്. അപ്പൊ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ജി ആണെന്ന് അറിയാം, എ ഏരിയ എന്നറിയാം, എച്ച് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി ആക്സിസ് ഈസ് നത്തിങ് ബട്ട് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ നമുക്കിവിടെ I0 എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ സർഫസ്, ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. നമുക്ക് അറിയാൻ സാധ്യതയുള്ളത്, അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ബി ഡി ക്യൂബ് ബൈ 12 അല്ലെങ്കിൽ പൈ ഡി റേസ്റ്റ് 4/64 എന്നൊക്കെ പറഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം, ഐ ജി അറിയാം, നമുക്ക് I0 അറിയത്തില്ല. സോ I0 ഐ ജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ പാരലൽ ആക്സിസ് തിയറി ഉപയോഗിക്കും. സോ I0 ഈസ് നത്തിങ് ബട്ട് ഐ ജി പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആക്സിസ് സ്ക്വയർ അല്ലെ. I0 ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസ് തൊട്ട് നമ്മുടെ ഈ പെർട്ടിക്കുലർ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. സോ ലെറ്റ് us do. A is the area of the plane figure, Ig is the moment of inertia about the centroidal axis, h bar is the distance between CG and the free surface. So I0 is equal to Ig plus AH bar square, where A is the area of the plane figure, Ig is the moment of inertia about the centroidal axis, h star is the distance between CG and free surface. So I0 നമുക്ക് എന്തായിട്ട് എഴുതാം? Ig plus AH bar square എന്ന് എഴുതാം. ഇങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ഐ ജിന്റെ വാല്യൂ ആണ് ആ ടേബിളൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ആ ടേബിളിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ ഐ ജിന്റെ വാല്യൂ ആണ്. സോ I0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ ജി ആയിട്ട് സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഈ I0 വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സോ വാട്ട് വിൽ ബി യുവർ സെന്റർ ഓഫ് പ്രഷർ? ഐ ജി പ്ലസ് I0ക്ക് പകരം ഐ ജി പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ഇട്ടു, ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ബൈ എ എച്ച് ബാർ. So Ig plus AH bar plus AH bar square plus AH bar കിട്ടി. സോ എയും എയും ക്യാൻസൽ ആയി, ഒരു എച്ച് ബാറും ഒരു എച്ച് ബാറും ക്യാൻസൽ ആയി പോകും അല്ലേ. സോ വാട്ട് യു ഗെറ്റ് ഈസ് Ig by AH bar plus H bar. So your center of pressure for a plane figure which is immersed in vertical position will be is equal to Ig AH bar plus H bar. Okay. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ഡെറിവേഷൻസ്. ഒന്നാമത്തത് നമ്മളിപ്പോൾ പ്ലെയിൻ സർഫസിന്റെ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിന്റെയും അതുപോലെ ഇൻക്ലൈൻഡ് സർഫസിന്റെയും ഡിസ്കസ് ചെയ്യും. സോ ഈ രണ്ട് ഡെറിവേഷനിൽ ഒന്നാമത്തെ ഡെറിവേഷൻ ഏതായിരുന്നു? പ്ലെയിൻ സർഫസിനെ നമ്മൾ എവിടെ ഇമേഴ്സ് ചെയ്യുന്നു? ഒരു ലിക്വിഡിൽ വെർട്ടിക്കലായിട്ട് ഇമേഴ്സ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രഷർ കാണാൻ നമ്മൾ സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പിന്റെ പ്രഷർ ഇന്റൻസിറ്റി കണ്ടു. ആ പ്രഷർ ഇന്റൻസിറ്റിനെ ആ സ്ട്രിപ്പിന്റെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് നമ്മൾ ചെയ്തത് എന്താണ്? മൊമെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എടുത്തു. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ് കൊണ്ടുള്ള ഒരു പെർട്ടിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഈക്വൽ ആണെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് പറയുന്നത്. സോ നമ്മൾ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. സോ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഈ ഒരു പെർട്ടിക്കുലർ ഡി എഫ് അല്ലെ, ഈ ഒരു സ്ട്രിപ്പ് കൊണ്ട് ഡി എഫ് ഫോഴ്സ് ഉണ്ട്, എച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ കുറെ സ്ട്രിപ്പ് ഉണ്ട്. സോ അതിന്റെ ടോട്ടൽ മൊമെന്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ രണ്ട് ഇക്വേഷൻ കിട്ടി. ആ രണ്ട് ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ആ സമയത്ത് I0 ബൈ എ എച്ച് ബാർ എന്ന് കിട്ടി. ഇതിൽ I0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ. അത് നമുക്ക് സാധാരണ ഗതിയിൽ അറിയാൻ സാധ്യതയില്ല. സോ നമുക്ക് പാരലൽ ആക്സിസ് തിയറി ഉപയോഗിക്കണം. സോ I0 ഈസ് ഈക്വൽ ടു Ig പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുത്തു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. സോ ടോട്ടൽ പ്രഷർ റോ ജി എ എച്ച് ബാർ ആണ്. സെന്റർ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു Ig പ്ലസ് എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്, അതായത് സി ജിയിലോട്ടുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. Ig എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. എ എന്ന് വെച്ചാൽ ആ പ്ലെയിൻ ഫിഗറിന്റെ ഏരിയ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ സർഫസ് ചെയ്യും. ഹൊറിസോണ്ടൽ സർഫസിന്റെ സെന്റർ ഓഫ് പ്രഷറും ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കും. അതുപോലെ ഇൻക്ലൈൻ സർഫസിന്റെ ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കും. അതിന് ശേഷമുള്ള ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യും.
സോ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ നോക്കിയിട്ട് വരാം, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. ഈ ഡെറിവേഷന്റെ ബേസ് അറിയാൻ നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് കഴിഞ്ഞ സെമസ്റ്ററിൽ ഇട്ടതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആ പോർഷനും സെൻട്രോയിഡിന്റെ പോർഷനും അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷന്റെ പോർഷനൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്വന്തമായിട്ട് ഈ ഡെറിവേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആയെങ്കിൽ തിരിച്ച് വീഡിയോയിൽ പോയിട്ട് കാണാം. യു വിൽ ബി ഏബിൾ ടു ഡു ദിസ്. ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് ഈ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി സീയിങ് വിത്ത് horizontal surface and inclined surface. Till then, bye.